എല്ലാവർക്കും സ്വാഗതം. അപ്പോ +1 ഇക്കണോമിക്സ് പരീക്ഷ നാളെയാണല്ലേ? സമയം വളരെ കുറവാണെന്നും അറിയാം, പക്ഷെ ഒട്ടും പേടിക്കണ്ട. നമ്മുടെ 9ാം അധ്യായമായ പരിസ്ഥിതിയും സുസ്ഥിര വികസനവും ഇത് മുഴുവനായിട്ട് പരീക്ഷയ്ക്ക് വേണ്ട രീതിയിൽ നമുക്ക് വേഗത്തിലൊന്ന് പഠിച്ചെടുക്കാം. തീർച്ചയായും. നമ്മൾ സാമ്പത്തിക വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ വലിയ ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ പരിസ്ഥിതിക്ക് എന്ത് വിലയാണ് കൊടുക്കേണ്ടി വന്നത്? ആ ഒരു വലിയ ചോദ്യമാണ് ഈ അധ്യായം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. അതെ, നമുക്ക് ഏറ്റവും അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ശരി, അപ്പോ എന്താണ് ഈ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ? വളരെ ലളിതമായി പറഞ്ഞാൽ, ഭൂമിയിലെ എല്ലാ വിഭവങ്ങളുടെയും ആകെത്തുകയാണ് പരിസ്ഥിതി. നമ്മുടെയെല്ലാം ഒരു പൈതൃകം പോലെ. എല്ലാ വിഭവങ്ങളും എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായും 2 ഘടകങ്ങൾ വരും. ഒന്ന് ജീവനുള്ളവ, അതായത് പക്ഷികൾ, മൃഗങ്ങൾ, സസ്യങ്ങൾ, നമ്മളടക്കം. ഇതിനെ ബയോട്ടിക് എന്ന് പറയും. ഓക്കെ, ബയോട്ടിക്. രണ്ടാമത്തേത് ജീവനില്ലാത്തവ, വായു, വെള്ളം, ഭൂമി, പിന്നെ സൂര്യപ്രകാശമൊക്കെ. ഇതിനെ അബയോട്ടിക് എന്നും പറയും. ഇവ രണ്ടും തമ്മിലുള്ള ഒരു പരസ്പര ബന്ധമില്ലേ? അതിനെക്കുറിച്ചുള്ള പഠനമാണിത്. മനസ്സിലായി. ഇനി പരീക്ഷയുടെ കാര്യത്തിലേക്ക് വന്നാൽ എപ്പോഴും കാണുന്ന ഒരു ചോദ്യമാണ് പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ, അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് ദി എൻവയൺമെന്റ്. അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രധാനമായും 4 ധർമ്മങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ. ഒന്നാമത്തത്, പരിസ്ഥിതി നമുക്ക് വിഭവങ്ങൾ നൽകുന്നു. സപ്ലൈസ് റിസോഴ്സസ്. വിഭവങ്ങൾ. അതെ, ഇതിൽ തന്നെ 2 എണ്ണമുണ്ട്. പുതുക്കാൻ കഴിയുന്നവ, അതായത് റിന്യൂവബിൾ. ഉദാഹരണത്തിന് കാട്ടിലെ മരങ്ങൾ അല്ലെങ്കിൽ കടലിലെ മത്സ്യങ്ങൾ. നമ്മൾ ഉപയോഗിച്ചാലും അവ വീണ്ടും ഉണ്ടായി വരും. ശരി. രണ്ടാമത്തത്, പുതുക്കാൻ കഴിയാത്തവ, നോൺ റിന്യൂവബിൾ. അത് ഉപയോഗിക്കും തോറും തീർന്നുപോകും. പെട്രോൾ, കൽക്കരിയൊക്കെ പോലെ. അതെ, ആ ഫോസിൽ ഇന്ധനങ്ങൾ തന്നെ. അപ്പൊ അതാണ് ഒന്നാമത്തെ ധർമ്മം. ഓക്കെ. രണ്ടാമത്തത്, രണ്ടാമതായി പരിസ്ഥിതി മാലിന്യങ്ങളെ ഉൾക്കൊള്ളുന്നു. അസിമിലേറ്റ്സ് വേസ്റ്റ്. നമ്മൾ പുറന്തള്ളുന്ന മാലിന്യങ്ങളെ ഒരു പരിധിവരെ പ്രകൃതി തന്നെ സംസ്കരിക്കും. ഒരു നാച്ചുറൽ ഫിൽട്ടർ പോലെ. അത് തന്നെ. ഇനി മൂന്നാമത്തേത്, ജീവനെ നിലനിർത്തുന്നു. സസ്റ്റെയിൻസ് ലൈഫ്. നമുക്ക് ജീവിക്കാൻ വേണ്ട എല്ലാ വൈവിധ്യങ്ങളും നൽകി ജീവൻ സാധ്യമാക്കുന്നത് പ്രകൃതിയാണ്. ശരിയാണ്. നാലാമത്തത് കുറച്ചുകൂടി രസകരമാണ്. സൗന്ദര്യാത്മക സേവനങ്ങൾ നൽകുന്നു. അതായത് മനോഹരമായ കാഴ്ചകൾ, ഒരു സൂര്യാസ്തമയം കാണുന്നതുപോലുള്ള കാര്യങ്ങൾ. അതും പരിസ്ഥിതിയുടെ ഒരു ധർമ്മമാണ്. അതെ, ഈ 4 കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വളരെ പ്രധാനമാണ്. ശരി. അപ്പോ ഈ ധർമ്മങ്ങൾ കേൾക്കുമ്പോൾ എനിക്കൊരു സംശയം. ഒരു വശത്ത് വിഭവങ്ങൾ എടുക്കുന്നു, മറുവശത്ത് മാലിന്യം തള്ളുന്നു. ഇത് രണ്ടും ഒരു പരിധിയിൽ കൂടുതൽ ചെയ്യാൻ പ്രകൃതിക്ക് പറ്റുമോ? അവിടെയല്ലേ ഈ പറയുന്ന പ്രതിസന്ധി തുടങ്ങുന്നത്? കൃത്യം ആ പോയിന്റിലാണ് കാര്യമിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ 2 പ്രധാന ആശയങ്ങൾ മനസ്സിലാക്കേണ്ടത്. പരീക്ഷയ്ക്ക് ഇതും ചോദിക്കാം. എന്തൊക്കെയാണത്? ഒന്ന്, വഹിക്കാനുള്ള ശേഷി. ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയും. വഹിക്കാനുള്ള ശേഷി. അതായത് വിഭവങ്ങൾ പുനരുൽപ്പാദിപ്പിക്കുന്നൊരു വേഗതയുണ്ടല്ലോ, അതിനേക്കാൾ വേഗത്തിൽ നമ്മൾ വിഭവങ്ങൾ ചൂഷണം ചെയ്താൽ ആ ശേഷി മറികടത്തും. ഓക്കെ, അപ്പോൾ ആ ബാലൻസ് തെറ്റും. അതെ. രണ്ടാമത്തേത് ഉൾക്കൊള്ളാനുള്ള ശേഷി, അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി. അത് മാലിന്യങ്ങളുടെ കാര്യത്തിലായിരിക്കും. അതെ, പ്രകൃതിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അധികം മാലിന്യം നമ്മൾ പുറന്തള്ളുമ്പോൾ ഈ ശേഷിയും തകരും. ശരി. പണ്ടുകാലത്ത്, അതായത് വ്യവസായ വിപ്ലവത്തിനൊക്കെ മുൻപ് ജനസംഖ്യ കുറവായിരുന്നു. അപ്പോൾ നമ്മുടെ ആവശ്യം കുറവും പ്രകൃതിയുടെ വിതരണം കൂടുതലുമായിരുന്നു. പ്രശ്നമുണ്ടായിരുന്നില്ല. ഒരു പ്രശ്നവുമില്ലായിരുന്നു. എന്നാൽ ജനസംഖ്യ കൂടിയതോടെ നമ്മുടെ ആവശ്യങ്ങൾ റോക്കറ്റ് പോലെ കുതിച്ചുയർന്നു. പക്ഷെ പ്രകൃതിയുടെ വിതരണം പഴയപടി തന്നെ. അപ്പോൾ ആ ഗ്യാപ്പ് വലുതായി. ഇതാണ് ഇന്നത്തെ പ്രതിസന്ധിയുടെ അടിസ്ഥാന കാരണം. ഈ പ്രതിസന്ധി ഇന്ത്യയിൽ മാത്രമല്ലല്ലോ, ലോകം മുഴുവൻ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഉണ്ട്. ആഗോളതലത്തിൽ തന്നെ 2 വലിയ പ്രശ്നങ്ങളുണ്ട്. ആഗോളതാപനം അല്ലേ? അതെ. ഒന്നാമത്തേത് ആഗോളതാപനം, ഗ്ലോബൽ വാർമിംഗ്. നമ്മൾ ഈ പെട്രോളും ഡീസലുമൊക്കെ കത്തിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പോകും. അത് ഭൂമിയുടെ ചൂട് കൂട്ടും. അതിന്റെ ഫലമായിട്ടാണ് മഞ്ഞുരുകുന്നതും സമുദ്രനിരപ്പ് ഉയരുന്നതുമൊക്കെ. ഇതിനെതിരെ ഒരു ആഗോള നീക്കം എന്ന നിലയ്ക്കാണ് 1997 ക്യോട്ടോ പ്രോട്ടോകോൾ വന്നത്. ഓക്കെ. രണ്ടാമത്തെ ആഗോള പ്രശ്നം ഓസോൺ ശോഷണം, ഓസോൺ ഡിപ്ലീഷൻ. നമ്മൾ കേട്ടിട്ടുണ്ട്. ഫ്രിഡ്ജിലും എസിയിലുമൊക്കെ ഉപയോഗിക്കുന്ന CFC. അതുതന്നെ, ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഈ രാസവസ്തുക്കൾ ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാക്കും. അപ്പോ സൂര്യനിൽ നിന്നുള്ള അപകടകാരിയായ അൾട്രാവയലറ്റ് രശ്മികൾ നേരിട്ട് ഭൂമിയിലെത്തും.
അത് ചർമ്മ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്ക് കാരണമാകും. ഈ പ്രശ്നം പരിഹരിക്കാനാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്നൊരു ഉടമ്പടി വന്നത്. അപ്പോ ഇതൊക്കെയാണ് ആഗോള പ്രശ്നങ്ങൾ. ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് വരാം. ഇന്ത്യയുടെ കാര്യം എങ്ങനെയാണ്? നമുക്ക് ധാരാളം പ്രകൃതി വിഭവങ്ങളുണ്ടല്ലോ. ശരിയാണ്. ഇന്ത്യ വിഭവങ്ങളാൽ സമ്പന്നമാണ്. ഡെക്കാൻ പീഠഭൂമിയിലെ കറുത്ത മണ്ണ്, നല്ല ഫലഭൂയിഷ്ടമായ ഗംഗാ സിന്ധു സമതലങ്ങൾ, ധാതുക്കൾ. പക്ഷേ ഇന്ത്യയിലെ പാരിസ്ഥിതിക ഭീഷണിക്കൊരു പ്രത്യേകതയുണ്ട്. അതിന് 2 മുഖങ്ങളുണ്ട്. 2 മുഖങ്ങളോ? അതെ. ഒന്ന്, ദാരിദ്ര്യം കാരണമുണ്ടാകുന്ന പരിസ്ഥിതി നശീകരണം. അതായത് വിറകിനു വേണ്ടി മരം വെട്ടുന്നത് പോലെ. അതുതന്നെ. ഇനി രണ്ടാമത്തെ മുഖം സമ്പത്തും വ്യവസായ വളർച്ചയും കാരണമുണ്ടാകുന്ന മലിനീകരണമാണ്. നഗരങ്ങളിലെ ഫാക്ടറികളിൽ നിന്നുള്ള പുകയും ജലമലിനീകരണവുമൊക്കെ. അതെ. അപ്പോ ഇന്ത്യയുടെ പ്രശ്നം കുറച്ചുകൂടി സങ്കീർണമാണ്. പരീക്ഷയ്ക്ക് വേണ്ടി ഇന്ത്യയിലെ പ്രധാന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർത്തുവെക്കണം. തീർച്ചയായും. ഒന്ന്, ഭൂമിയുടെ ശോഷണം, അതായത് മണ്ണൊലിപ്പും മറ്റും. 2, ജൈവ വൈവിധ്യ നഷ്ടം. വനങ്ങൾ നശിക്കുമ്പോൾ പല ജീവികളും ഇല്ലാതാകുന്നു. വായുമലിനീകരണം ഒരു വലിയ പ്രശ്നമല്ലേ? വളരെ വലിയ പ്രശ്നമാണ്, പ്രത്യേകിച്ച് നഗരങ്ങളിൽ. പിന്നെ ശുദ്ധജലത്തിന്റെ കാര്യം. നമ്മുടെ ജലസ്രോതസ്സുകളിൽ ഏകദേശം 70% മലിനമാണെന്നാണ് കണക്ക്. 70%? അതെ. പിന്നെ ഖരമാലിന്യ സംസ്കരണവും ഒരു വലിയ വെല്ലുവിളിയാണ്. ഈ പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാനാണ് 1974 സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, അതായത് CPCB സ്ഥാപിച്ചത്. ഓക്കേ. അപ്പോൾ പ്രശ്നങ്ങൾ വളരെ ഗുരുതരമാണ്. ഇതിനെന്താണൊരു പരിഹാരം? സാമ്പത്തിക വികസനം വേണ്ടെന്ന് വയ്ക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ആളുകൾക്ക് ജോലിയും നല്ല ജീവിതവും വേണം. വികസനം നിർത്തിവെക്കുക എന്നല്ലേ ഇതിന് പരിഹാരം? പിന്നെ അവിടെയാണ് ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് വരുന്നത്: സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. ഇതിന്റെ നിർവചനം എപ്പോഴും ചോദിക്കാറുണ്ട്. അതെ. ആ നിർവചനം അതേപോലെ പഠിച്ചുവെക്കണം. ഭാവി തലമുറയുടെ ആവശ്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വികസനം. ആ നിർവചനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ ഏതൊക്കെയാണ്? 2 വാക്കുകൾ. ഒന്ന്, ആവശ്യങ്ങൾ, അതായത് നീഡ്സ്, പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ. 2, ഭാവി തലമുറ, ഫ്യൂച്ചർ ജനറേഷൻസ്. അതായത് ഈ വിഭവങ്ങൾ അടുത്ത തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്നൊരു ചിന്ത. അത് തന്നെ. ഹെർമൻ ഡെയ്ലി എന്നൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഇതെങ്ങനെ കൈവരിക്കാമെന്ന് പറയുന്നുണ്ട്. അത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതെന്തൊക്കെയാണ്? 1, ജനസംഖ്യ പരിസ്ഥിതിയുടെ വഹിക്കാനുള്ള ശേഷിക്കുള്ളിൽ നിർത്തുക. 2, പുതുക്കാവുന്ന വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ വേഗത അവ വീണ്ടും ഉണ്ടാകുന്ന വേഗതയേക്കാൾ കൂടരുത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ മത്സ്യം പിടിക്കുന്നതിന്റെ ഉദാഹരണം പോലെ. അതെ. 3, പെട്രോൾ പോലുള്ള പുതുക്കാനാവാത്ത വിഭവങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിനു പകരം വയ്ക്കാവുന്ന സൗരോർജം പോലുള്ള പുതിയ വിഭവങ്ങൾ കണ്ടെത്തുന്ന നിരക്കിനേക്കാൾ കൂടരുത് അതിന്റെ ശോഷണം. ഒന്നിനു പകരം മറ്റൊന്ന് കണ്ടുപിടിക്കണം. അതെ. 4, മലിനീകരണം മൂലമുണ്ടാകുന്ന കാര്യക്ഷമതയില്ലായ്മ പരിഹരിക്കണം. ശരി, ഇതൊക്കെയാണ് അതിന്റെ തത്വങ്ങൾ. ഇനി ഇന്ത്യയിൽ പ്രായോഗികമായി സുസ്ഥിര വികസനത്തിനായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിലേക്കുള്ള മാറ്റമാണ്. സോളാർ, കാറ്റാടി. അതെ. കൽക്കരിക്കും ജലവൈദ്യുതിക്കും പകരം സൗരോർജ്ജവും കാറ്റിൽ നിന്നുള്ള വൈദ്യുതിയും ഉപയോഗിക്കുന്നത് ഒരു വലിയ മാറ്റമാണ്. ഗ്രാമപ്രദേശങ്ങളിൽ വിറകിനു പകരം LPGയും ഗോഗ്യാസും ഉപയോഗിക്കുന്നതോ? അതും സുസ്ഥിര വികസനത്തിന്റെ ഭാഗമാണ്. ഗോഗ്യാസ് പ്ലാന്റിന്റെ ഒരു ഗുണമെന്താണെന്ന് വെച്ചാൽ അത് ഊർജം തരിക മാത്രമല്ല, അതിൽ നിന്ന് വരുന്ന സ്ലറി നല്ലൊരു ജൈവ വളമാണ്. ഓ, അപ്പോ ഒരു വെടിക്ക് 2 പക്ഷി. അതുതന്നെ. ഇനി നഗരങ്ങളിലെ കാര്യം നോക്കിയാൽ ഡൽഹിയിലെ ബസ്സുകളും ഓട്ടോകളുമൊക്കെ CNGയിലേക്ക് മാറിയത് ഓർമ്മയില്ലേ? ഉണ്ട്. അത് വായുമലിനീകരണം ഒരുപാട് കുറച്ചിരുന്നു. ഗണ്യമായി കുറച്ചു. അതൊരു മികച്ച ഉദാഹരണമാണ്. പിന്നെ വേറെന്തൊക്കെയുണ്ട്? പർവ്വത പ്രദേശങ്ങളിൽ വലിയ ഡാമുകൾക്ക് പകരം ചെറിയ അരുവികളെ ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്ന ചെറുകിട ജലവൈദ്യുത പദ്ധതികളുണ്ട്. അത് പരിസ്ഥിതിക്ക് അത്ര ദോഷം ചെയ്യില്ല. അതുപോലെ നമ്മുടെ പാരമ്പര്യ അറിവുകൾ, അതായത് ആയുർവേദം, യുനാനി പോലുള്ള ചികിത്സാ രീതികൾ, ഹെർബൽ ഉൽപ്പന്നങ്ങൾ, ഇവയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതും ഇതിന്റെ ഭാഗമാണ്. കൃഷിയിലുമില്ലേ ഇതുപോലുള്ള മാറ്റങ്ങൾ? ജൈവകൃഷി പോലുള്ളവ? തീർച്ചയായും. രാസവളങ്ങൾക്ക് പകരം മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നത്,
രാസകീടനാശിനികൾക്ക് പകരം വേപ്പിലയിൽ നിന്നുണ്ടാക്കുന്ന മിശ്രിതങ്ങൾ ഉപയോഗിക്കുന്നതും. എലികളെ പിടിക്കാൻ പാമ്പിനെയും മൂങ്ങയെയും ഒക്കെ ഉപയോഗിക്കുന്നതും കേട്ടിട്ടുണ്ട്. അതെ, അതിനെ ജൈവ കീടനിയന്ത്രണം എന്ന് പറയും. ഇതെല്ലാം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തിരികെ കൊണ്ടുവരാനുള്ള വഴികളാണ്. കൊള്ളാം. അപ്പോ ഈ ചർച്ചയുടെ അവസാനം നമ്മൾ എവിടെയാണ് എത്തുന്നത്? സാമ്പത്തിക വളർച്ചയും പരിസ്ഥിതി സംരക്ഷണവും ഒരുമിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റും. ഒരുമിച്ചു കൊണ്ടുപോയേ പറ്റൂ. അവയെ ശത്രുക്കളായി കാണുന്നിടത്താണ് ശരിക്കും പറഞ്ഞാൽ പ്രശ്നം തുടങ്ങുന്നത്. അതായത് പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു വളർച്ചയും നിലനിൽക്കില്ല. ഒരിക്കലും നിലനിൽക്കില്ല. കാരണം ഒരു ഘട്ടം കഴിയുമ്പോൾ മലിനീകരണം കാരണം വരുന്ന അസുഖങ്ങൾ ചികിത്സിക്കാനും വറ്റിവരണ്ട പുഴകളെ വീണ്ടും ശരിയാക്കാനും ഒക്കെ നമ്മൾ ഈ സാമ്പത്തിക വളർച്ചയിലൂടെ നേടിയ പണം തന്നെ ചിലവാക്കേണ്ടി വരും. അപ്പോ ഇന്ത്യൻ സാമ്പത്തിക വികസനത്തിന്റെ വലിയ ചിത്രത്തിൽ നമ്മൾ GDPയുടെ കണക്കിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, ആ വളർച്ചയുടെ ഗുണമേന്മയിലും ശ്രദ്ധിക്കണം. കൃത്യമായി പറഞ്ഞാൽ അത് തന്നെയാണ് ഈ അധ്യായത്തിന്റെ സന്ദേശം. വളർച്ചയുടെ വേഗത മാത്രം പോരാ, അതിന്റെ ദിശയും ശരിയാകണം. പ്രകൃതിയെ നശിപ്പിക്കാത്ത ഒരു വികസനമാണ് നമുക്ക് വേണ്ടത്.